ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ബാലൻഡ്യൂർ വിന്നർ ആരായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ്, സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മിറാക്കിൾസും സംഭവിച്ചേക്കാം. സീസൺ അവസാനിച്ച് കഴിഞ്ഞാലേ ഓൾമോസ്റ്റ് ഏത് പ്ലെയറിനാണ് സാധ്യത എന്ന് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലെയർ തന്നെ ആയിരിക്കണം എന്നില്ല വിന്നർ ആവാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു 90% റയൽ മാഡ്രിഡ് ആരാധകരും കൺഫേം ചെയ്തതായിരുന്നു. റയൽ മാഡ്രിഡ് ഓൾമോസ്റ്റ് മറ്റു ആരാധകരും കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു വിനീഷ്യസ് തന്നെയായിരിക്കും ബാലൻഡിയോർ വിന്നർ എന്നുള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഒരു മിറാക്കിൾ സംഭവിച്ചത്. അത് റോഡ്രിക്ക് കൈമാറുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമായി കാണുക. 5ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യുന്നത് എർലിംഗ് ഹാലൻഡ്. സീസൺ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എർലിംഗ് ഹാലൻഡിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. കറൻ്റ്ലി ടോപ്പ് ഗോൾ സ്കോറർ ലിസ്റ്റിൽ എർലിംഗ് ഹാലൻഡ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൊത്തത്തിൽ മാൻ സിറ്റിയുടെ ടോട്ടലി മാച്ചസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി കളിച്ച 2 മാച്ചസിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. 5ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ്. 4ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യുന്നത് ജൂഡ് ബെല്ലിംഗാമിനെയാണ്. ജൂഡ് ബെല്ലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ സഫർ ചെയ്യുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഒരു 1 മാൻ ഷോ ആണ് ബെല്ലിംഗാമിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് കാണാൻ വേണ്ടി സാധിച്ചത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഡൗൺ ആയത് എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, കാരണം ബോക്സ് ടു ബോക്സ് ഒഫൻസീവിലും പ്ലേ ചെയ്യണം, അതുപോലെ ഡിഫെൻസീവിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് ഒരു സമയത്ത് തന്നെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഫോം ഔട്ടായി പോയത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. 4ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം. 3ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ എമി മാർട്ടിനസ്, അർജൻറ്റീനൻ ഗോൾ കീപ്പർ. ആസ്റ്റൺ വില്ലയിലായാലും അർജൻറ്റീനയിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് എമി മാർട്ടിനസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ അത്യാവശ്യം ബെറ്റർ പെർഫോമൻസ് ആണ്. ചാമ്പ്യൻസ് ലീഗിലായാലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലായാലും ബെറ്റർ പെർഫോമൻസ് ആണ് എമി മാർട്ടിനസിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. 3ാം സ്ഥാനത്ത് എമി മാർട്ടിനസ്. 2ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി. ഒരുപാട് സീസണുകളായിട്ട് ബാലൻഡ്യൂർ അർഹിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സീസൺ കോവിഡിൻ്റെ ആ സീസണിൽ ബാലൻഡ്യൂർ ലെവൻഡോസ്കി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സീസണിൽ ബാലൻഡ്യൂർ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ കൊണ്ട് മാത്രം അത് നേടാൻ പോകാത്തൊരു പ്ലെയർ ആയിട്ടാണ് ലെവൻഡോസ്കി എനിക്ക് പറയാനുള്ളത്. ഈ സീസൺ അത്യാവശ്യം നല്ലൊരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി. 1ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഹമ്മദ് സലാഹ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഈ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചാമ്പ്യൻസ് ലീഗിലായാലും അതുപോലെ പ്രീമിയർ ലീഗിലായാലും കർബാവോ കപ്പിലായാലും ഓൾ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് മുഹമ്മദ് സലാഹിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു മുഹമ്മദ് സലാ എന്ന ഒരു പ്ലെയറിലുപരി ലിവർപൂളിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. കാരണം ലിവർപൂൾ ഇപ്പോൾ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് നേടുകയാണെങ്കിൽ എന്തുകൊണ്ടും അർഹൻ മുഹമ്മദ് സലാ തന്നെ ആയിരിക്കും. അപ്പോൾ വരും മത്സരങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.